ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തൊരു വിശേഷം? അപ്പോൾ ഇന്ന് ഞാനില്ലേ ഒരുപാട് തിരക്കുള്ള നാളാണ് കേട്ടോ. ഒരുപാട് എനിക്ക് റെസിപ്പീസൊക്കെ ചെയ്യാനുണ്ട്. കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അതല്ലാതെ ഇത് പൈനാപ്പിൾ ഇല്ല, അതിൻ്റെ പിക്കിലിടണമെന്നിട്ട് വിചാരിച്ചതാണ്. അപ്പോൾ അതിനുള്ള ബോട്ടിലും വീങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അന്നത്തെ ദിവസമാണെങ്കിൽ നല്ല പല്ല് വേദനയായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ട് ഞാനിത് ഉണ്ടാക്കുന്നതാണ്. പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ റെഡി ആയിട്ട് വേണം. അപ്പോൾ അതാ ഞാൻ ചിക്കൻ കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോർമലായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചിക്കനൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 3 മീഡിയം സൈസിലുള്ള ഓണിയൻ എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ആക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് മസാലപ്പൊടിയിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനൊരു 4 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ 5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, അതായത് കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ 2.5 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാലയും, 1.5 ടേബിൾ സ്പൂണോളം ഇതിലോട്ട് ഞാൻ ചിക്കൻ മസാലയും കൂടി ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് ആ പച്ചപ്പ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരഞ്ഞു പോകും. പിന്നെ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് മൺപാത്രത്തിലല്ലേ, അപ്പോൾ പെട്ടെന്ന് കരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനൊരു ഹാഫ് ഗ്ലാസ് വരെ ഇതിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കനൊക്കെ കഴുകി ഞാനിങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് നീറ്റാക്കിയിട്ട് തന്നെ അത് മസാലയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് ഒക്കെ നീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാനിത് ഇവിടെ ഇങ്ങനെ മുറിച്ച് വെച്ച വേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തിട്ട് ഒന്ന് നീറ്റാക്കുക, ഒന്ന് കൗണ്ടർ ടോപ്പ് ഒന്ന് ആദ്യം ക്ലീൻ ആക്കുക. എന്നിട്ട് വേണം ബാക്കി ജോലികളിലോട്ട് പോകാൻ. പിന്നെ ഞാൻ ചോറും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കേക്കും ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത്, ഈ ചോറും കറിയും ഇതൊക്കെ ഉണ്ടാക്കുന്നതും ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ളുഹർ ബാങ്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഉച്ചക്കേക്കുള്ള ഭക്ഷണം ഞങ്ങൾക്ക് വൈകിട്ടായിട്ടിരിക്കും കിട്ടാൻ പോകുന്നത്. എന്നിട്ടിത് എല്ലാം കേക്കൊക്കെ ബേക്കാക്കിയിട്ട് വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുക. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും ഈ കേക്കൊക്കെ നല്ല തണുത്തിട്ട് റെഡി ആയിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതിൻ്റെ ഐസിങ് എല്ലാം ചെയ്യാൻ ബാക്കിയുള്ളതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കേക്കൊക്കെ റെഡിയാക്കിയിട്ട് പോയതാണ്. എന്നിട്ട് വന്നിട്ട് ചോറ് വെച്ച് കറി ഉണ്ടാക്കി. കറി ഇപ്പോൾ അവിടെ കുക്കായിക്കൊണ്ടിരിക്കുക. ചോറ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറെടുത്തിട്ട് ഹോട്ട് പോട്ടിലൊന്ന് വെച്ച് കൊടുക്കാം. അതിന് അതപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന നേരത്ത് ചോറും റെഡി ആയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അപ്പോൾ തന്നെ ഒന്നിച്ചിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചത് ആ ദിവസത്തിൽ. അങ്ങനത്തെ ഇവിടെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. ഇതിപ്പോൾ വെറും മുളക് പൊടിയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാലയും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് എരിവ് കൂടിപ്പോവും. അപ്പോൾ അത്ര എരിവ് എൻ്റെ മക്കൾക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു, അതിന് നല്ല ഒന്ന് ബീറ്റാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ആക്കുന്നതില്ലേ, തേങ്ങ വറുത്തരച്ചിട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതവിടെ തിളച്ചിട്ട് നല്ല ഓയിലൊക്കെ റിലീസാക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ അവിടെ ചോറും കറിയൊക്കെ റെഡിയായി. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ തീർത്തിട്ട് വന്നിട്ടാണ് ഞാനിനി കേക്ക് ഐസിങ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കേക്കിൻ്റെ ഐസിങ് ആണ് കേട്ടോ. ഇത് ഓർഡർ വന്നിട്ടുള്ള കേക്കാണ്. അവർക്കാണെങ്കിൽ ഒരു 1/2 കിലോ കേക്കാണ് വേണ്ടത്. പക്ഷെ നല്ല ഹൈറ്റിൽ തന്നെ അത് കിട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞു 1/2 കിലോ കേക്കിൻ്റെ ഹൈറ്റ് ഇത്രേ കിട്ടുള്ളൂ. ഇതിന് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ 3/4 കിലോ കേക്കിൻ്റെ ഓർഡറാക്കി. അങ്ങനെ 3/4 കിലോ കേക്ക് ഞാൻ ഇത്രേ ഹൈറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർക്ക് കുറേ അങ്ങനെ റൗണ്ടായിട്ടും വേണ്ട, നല്ല ഹൈറ്റിൽ തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ചെറിയൊരു ഡെക്കറേഷനേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. അവർ ഓർഡർ തന്നതുപോലെ തന്നെയാണ് ഞാൻ അവർക്ക് ആക്കി കൊടുത്തത്. ജസ്റ്റ് ആയിട്ടൊന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നിട്ട് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇതിനു മുമ്പ് ഇവിടെ ഒരു ബർത്ത്ഡേ ഉണ്ടായപ്പോൾ ഞാൻ അവരുടെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഓർഡർ വന്നപ്പോൾ അതിൻ്റെ കൂടെ ഇവിടത്തേക്കുമുള്ള ബർത്ത്ഡേ കേക്ക് റെഡിയാക്കി. പക്ഷേ ഇത് നല്ല 2 കിലോ മുകളിലായിപ്പോയി കേട്ടോ കേക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബാക്കി വന്ന എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി പോകും. അപ്പോൾ അത് നല്ല kg വരുന്ന കേക്കും ആയിപ്പോവും. പിന്നെ ഈ ക്രീമില്ലേ, ഇതിലിപ്പോൾ കുറേ ബാക്കി വന്ന ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഡെക്കറേഷനാണ് ഇതിൽ കൊടുത്തത്.
അങ്ങനത്തെ 2 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ ആദ്യം ഫ്രീസറിൽ വെച്ച് കൊടുത്തു, പിന്നെ അത് നല്ല ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതെൻ്റെ കിച്ചണൊക്കെ ഞാൻ നീട്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രി ആയിരുന്നു കേട്ടോ, അവസാനം ഉണ്ടാക്കാൻ പോകുന്ന നേരം. അങ്ങനെ ഇതെനി പിക്കിലാക്കാൻ വെച്ചത് അത് അവിടെ തന്നെ ബാക്കി എല്ലാ ജോലിയും തീർന്നു. പക്ഷേ പിക്കിൽ അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ പൈനാപ്പിൾ പിക്കിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.